അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മേയാവി. മേയാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഹിന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ല. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയം പോകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിന്നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാൻ തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ദിങ്ങടൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാൻ അവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് 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 അങ്ങനെയല്ലേ സനകരനോട് പറഞ്ഞത്? ആണോ? എങ്കിൽ സതീഷ്. നേരാന്നോടി ഇവനീ പറയുന്നേ? അതെ. അതേതാടി? ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ? എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടാ ഈ തള്ളിക്കറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡ് നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരിമ ശിഷ്യം മേയാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷക്കായി എപ്പോഴും ഉണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? യെസ്. അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ? പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് അവൻ വന്നിരുന്നു. അന്നു എന്തു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവനറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു. ഇന്ന് എന്തുന്ന് വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ, വാട്ടക്കഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ? അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവൻ എത്തും. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. മുതലാളി എപ്പ എത്തി? രാവിലെ. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. മീശ വെട്ടുമ്പോ ബോട്ട് അളക്കരെന്ന് പറഞ്ഞിട്ടില്ല പിശാശെ. മഹി അല്ലേ? അതെ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ശിവശങ്കരൻ, ഇവിടെ ആറാണിമുട്ടത്തെയാ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതുപോലെ ചില അവതാരങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ പുതുതായി എത്തുന്ന ഓരോരുത്തരെയും ഞാൻ അന്വേഷിച്ചിരുന്നു. ഇയാളാണോ ഗിരി? അതെ. ഗിരിയ മഹിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സംഭവമല്ല, ഇയാൾക്ക് പിടികിട്ടി. നമ്മളിപ്പോ ഇയാളുടെ ഭാഗത്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു. നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്ക. ഒന്നും പറയാൻ നിക്കണ്ട. ആഹാ, നിന്റെ യജമാനന്മാരൊക്കെ ഇങ്ങ് എത്തിയല്ലോടെ മഹി. എന്നെ കൊന്നത് നീയാണെന്ന് സമ്മതിച്ച എത്ര തരാന്നാ ഈ പുതുപ്പണക്കാര് പറഞ്ഞത്? 8 ലക്ഷം അല്ലേ? അത് തീരെ കുറവല്ലേ മഹി? സുരേന്ദ്ര,
ഇക്കാര്യത്തിലെങ്കിലും നിന്റെ ആ പിശുക്കൊന്ന് കളയരുതോ? എന്റെ ഈ വരവ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് പറയുക, മഹിയെ ഇനി ഈ നാട്ടിൽ കാണരുത്. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല ശിവശങ്കര. പഴയതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ, അതിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞില്ല. പേടിക്കൂടാ, ഒരു കൊച്ചു പയ്യൻ വീട്ടിലല്ലേ നിന്റെ മോൻ, അവൻ പേടിക്കും. നിന്റെ ശവം കാണുന്ന അന്നു മുതൽ ഞങ്ങളുടെ കൈകൊണ്ട് അവൻ ചാവുന്നവരെ പേടിക്കും. അവന്റെ ഈ ഉമ്മാക്കി കണ്ട് പേടിച്ചോടാനാ നിന്റെയൊക്കെ ഭാവമെങ്കിലോ കഴിവരുടെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ളവരെ കൂടെ കൊത്തി കീറും ഞങ്ങള്. മുതലാളി മാറുന്നുണ്ട് പറഞ്ഞ ഞങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്. പിന്നെ എന്റെ പ്രിയ ശിഷ്യനും കൂട്ടുന്നുണ്ടാവും, മായാവി. മായാവി ഇനി എനിക്ക് കാണേണ്ടത് അയാളെയാ. വരും, സമയമാകുമ്പോ മുമ്പിൽ വരും. ചിലപ്പോ അതിനു മുമ്പ് ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലും. മുതലാളിമാര് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ ആകസ്മികമായ കാര്യത്തിനാണെന്നാ ഞാൻ വിചാരിച്ചത്. വിനോദസഞ്ചാരത്തിനാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്തിനൊരു വിനോദം വേണമല്ലോ. ആ അത് നേരം. നിനക്കറിയാലോ മഹി, മായാവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്താ അവനെ കിട്ടിയോ? എവിടെ കിട്ടാൻ? പക്ഷെ അവനെ അറിയാവുന്ന ഒരുത്തനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആള് ജയിലിലായിരുന്നു, ഞങ്ങൾ അവനെ ഇറക്കി. എന്താടാ മഹി, നമ്മളറിയോ? പിന്നെ തോട്ടപ്പള്ളിക്കാരൻ നേരെ നീ കൈപോക്കും അല്ലടാ പാട്ടി. ആന കരിമ്പൂത്തോട്ടത്തിക്കാരനെ കാണണ്ടാടാ നിനക്ക്. അതെ, ഈ ഇടിയും ഡയലോഗും കൂടെ നടക്കില്ല. 1 by 1, ഒന്നിന് പുറകെ ഒന്ന്. ഒന്നിൽ സംഭാഷണം കഴിഞ്ഞിടി, അല്ലെങ്കിൽ സംഭാഷണം കഴിഞ്ഞിടി. ഇനി നീ സംസാരിക്കണോ? ഹലോ ഫ്രാങ്ക്, ആ മായാവിടെ കല്യാണക്കാരൻ ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ഫ്രാങ്കേ. അതൊക്കെ പിന്നെ കേക്കാം. ഇപ്പൊ അങ്ങോട്ട് മാറി നിക്കണോ അതോ ഞാൻ നട്ടല്ലി ചവിട്ടണോ? ഹലോ, അവന്മാരെന്തോന്നാ പറഞ്ഞത്? കല്യാണം? അതെ, ഇന്ദുവിനെ നിനക്കല്ലട്ടാ, താങ്കൾക്ക് ക്ഷമിക്കണേ, കെട്ടിച്ചു തരാൻ ശിവശങ്കരൻ മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളി എന്നെ കണ്ടിട്ട് പോലുമല്ലോ. മുതലാളി എന്താ മുതലെന്നാ വിചാരിച്ചേക്കണേ? മായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്ക് അങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് എന്ന് കല്യാണം ഉറപ്പിച്ചോ. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലെന്ന് പറയരുത്, ആശാനാണെന്ന് തന്നെ പറയണം. എന്താ, സമ്മതല്ലേ? അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിനെ സമ്മതിക്കണം. അതെന്താടാ മൊശകോടാ, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശനാണോ? നീ നിളിക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ? ആയിക്കോട്ടെ. അവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീപ്പിൽ ചോരയാക്കണ്ട, പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് വാ. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മരന്നടിച്ച് കയറി കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാന്തേ കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവ്വം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാറെന്നുള്ള ഇഴിയുടെ ഒച്ചയും. ഈ മൂളക്കം കുറെ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വാങ്ങരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ഇനി ഇവറ്റകളെല്ലാം കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ?
എന്താണോ ഇപ്പോഴാണോ വരുന്നത്? ശിഷ്യം വന്നത് അറിഞ്ഞില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കല്യാണം എന്ന് പറഞ്ഞപ്പോ ധൃതി ആയല്ലടാ. മനസ്സിലായില്ല. എന്റെ പൊന്നോ, ഇത് കേക്ക്. എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര തമാശ. ഇപ്പൊ വരാ മുതലാളി, ഒരു ചെറിയ രഹസ്യം. ആയിക്കോട്ടെ, ഇങ്ങനെ വന്നേ, ഒരു ചെറിയ രഹസ്യം പറയാണ്ട്. വാമയു വന്ന് എന്നെ മനസ്സിലായില്ലെന്ന് ഒരു മറവിക്കാരൻ. എന്നെ കൊലക്ക് കൊടുക്കരുത്. എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടായില്ലെന്ന് കരുതരുത്. സത്യം പറഞ്ഞ ഞാൻ ഇറക്കിയൊരു നമ്പർ കാരണോ ഇന്ദുവായിട്ടുള്ള കല്യാണം ശരിയായത്. ഓ, ബ്രോക്കർ ആണല്ലേ? ബ്രോക്കർന്നാ പോക്കിരുന്ന എന്ത് വേണം വിളിച്ചോ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനേന്ന് വിളിക്കണം. എന്താണ് ഇത്രയും വലിയ രഹസ്യം? ഒന്നുമില്ല, ഇയാളെ അല്ല ആശാൻ കല്യാണക്കാര്യം പറയായിരുന്നു. അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. കൂടാം. തന്നോടല്ല, ഇയാളോടാ പറഞ്ഞത്. അത് മനസ്സിലായി. അതിന്റെ കൂടെ ഞാനും കൂടി കൂടാനാ പറഞ്ഞത്. ബാബാല. ബാബാല പേര് ചോദിച്ചു തപ്പണ്ട. ബാബാല. അത് കൂടുമ്പോ വേറെയും ചില കാര്യങ്ങൾ കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. അതിനെന്താ? ആരുടെയും കണ്ണിപ്പെടാതെയുള്ള ഈ മായാവി കളിയുണ്ടല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണം. വെറും നേരം പോക്കിന് വേണ്ടി കേൾക്കാനല്ല, ഇന്ദുവിന്റെയും അമ്മുവിന്റെയും ജീവനും മാനവും കാത്തത്, ഈ എന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഒക്കെ ആ വിദ്യ കൊണ്ടല്ലേ. അതറിയാനുള്ളൊരു കൊതി കൊണ്ടാ. വാ കേറ്. അപ്പൊ ഇവനാണ് ശരിക്കുള്ള മായാവി അല്ലേ? ഇവൻ മായാവിയല്ല, പിന്നെ ഇവനാര് ലുട്ടാപ്പിയ? ഇതവന്റെ കൂട്ടുകാരനാ ബാലൻ. ബാലനോ? നിനക്ക് ആള് തെറ്റിയതാവും. ആ മുതലാളിയുടെ കൂടെ കാറി കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ എന്തിനാ ഇവിടെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മായാവി അവനാണെന്നാ. എങ്കിൽ നമുക്ക് ഉടനെ അവനെ ഒന്ന് കാണണമല്ലോ. എടുത്തു ചാടണ്ട. ഇടിച്ച് ആശുപത്രി കയറ്റിയിരിക്കുന്ന സ്ഥലം SIA. നാട്ടിൽ മുഴുവൻ മഫ്റ്റിയിൽ പോലീസുകാരും ഉണ്ട്. ഇതെന്താ ഇവിടെ? അത് ഒരു സർപ്രൈസ്. തന്റെ എല്ലാ കാര്യത്തിലും ഒരു ദുരൂഹതയുണ്ടല്ലോ. നമ്മളിത് എങ്ങോട്ടാ പോന്നേ? വാ പറയാ. അവനെ നോക്കണ്ട, അവൻ ഞങ്ങളുടെ പാർട്ണറാ. പൂട്ടിക്കിടക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് പുനരാരംഭിക്കാൻ പോകുന്ന മാനേജിംഗ് പാർട്ണർ. നീ ഇങ്ങനെ നാണിച്ചു നിന്നാലോ ബാല? ഒരു സൽക്കർമ്മം നടക്കാൻ പോവല്ലേ? ഉദ്ഘാടനം നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. അടിച്ച് കൊല്ലമായി നായിന്റെ മോനെ. നീ പറയാറില്ലേ, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽ മാലാഖെ പോലെ ഒരാൾ വരുമെന്ന്? അതവന മായാവി.